ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് 2001 മുതൽക്ക് തന്നെ ഈ വോട്ടിംഗ് ഷിഫ്റ്റ് നോക്കുമ്പോൾ വളരെ ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു. അത് നീണ്ടുപോയി. ഈഴവ വോട്ടുകൾ വലിയ തോതിൽ തന്നെ 2016 പോയിട്ടുണ്ട്, 2021 പോയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി പോയിട്ടുണ്ട്. അപ്പോൾ ഈഴവ വോട്ടുകൾ പോയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2024 24 നന്നായി പോയി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ആദ്യം ഇന്ന് എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണമാണല്ലോ. എം വി ഗോവിന്ദൻ ഇന്ന് ആത്മവിശ്വാസത്തോടെ കൂടി പറയുമ്പോൾ ഇപ്പോൾ 9.5 വർഷമായി നിൽക്കുമ്പോൾ തുടർ ഭരണത്തിൽ ഈ പറയുന്ന വികസനം, ക്ഷേമം, ആരോഗ്യ മേഖലയിൽ നേട്ടം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മറ്റേത് പറയുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആദ്യം തന്നെ പറയുകയാണ് സാമുദായിക നേതാക്കളുടെ പിന്തുണ നൽകുന്ന ആത്മവിശ്വാസം. അത് തന്നെയാണ് ഈ പറയുന്ന ഐഡിയോളജിയിൽ വന്നിരിക്കുന്ന മാറ്റം. അതായത് ഭരണമാണ് ഏറ്റവും പ്രധാനം. 2026 ഇടതുപക്ഷത്തെ സംബന്ധിച്ചായാലും UDF-നെ സംബന്ധിച്ചാലും വളരെ പ്രധാനമാണ്. കാരണം വേറെ എവിടെയും ഭരണമില്ല. LDF-നെ സംബന്ധിച്ച് ഈ ഭരണം നിലനിർത്തിയില്ല എങ്കിൽ, തുടർ ഭരണം ഉണ്ടായിട്ടില്ലെങ്കിൽ എവിടെയും ഇല്ലാതെ തുടച്ചു നീക്കപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ ഐഡിയോളജി അല്പം മാറ്റി വെച്ചാലും കുഴപ്പമില്ല. നേരത്തെ കിട്ടിയിരുന്ന വോട്ടുകൾ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഈഴ വോട്ടുകൾ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു.